ഈ ഇന്ത്യയിലെയും അതോടൊപ്പം തന്നെ ലോകത്തെ ജനങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു പേരായിരുന്നു അരക്കൻ ആർമി. അതങ്ങനെ മ്യാൻമാറിൽ ശക്തമായിരുന്നു, പക്ഷേ ഈ ബംഗ്ലാദേശിലെ പ്രശ്നത്തോടു കൂടിയാണ് അത് സജീവമായി ചർച്ചയായത്. അതിൻ്റെ കരുത്ത് ഇത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഈ കരുത്ത് എവിടെ നിന്നായിരിക്കും ലഭിച്ചിരിക്കുക? കരുത്ത് അവർ അരക്കൻ ആർമി ആർജിച്ചെടുത്തായിരിക്കും. അതിന് കരുത്ത് കൊടുക്കാൻ ആരെങ്കിലും ഈ ഒരു ആർമി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ ഗ്രൂപ്പാണല്ലോ, അതായത് അവിടുത്തെ ബുദ്ധന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മ്യാൻമറിൽ ഉണ്ടാക്കിയ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയ പ്രദേശത്ത് അവരെ ഈ മ്യാൻമറിലെ മുസ്ലിം ബുദ്ധ സന്യാസിമാർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സൈന്യമാണ്. അപ്പം അതിനകത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു ഇത് ആദ്യമേ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു 40,000-ൽ പുറത്ത് സൈനികർ സായുധരായിട്ടുണ്ട്. അതിനകത്ത് ആ സായുധരായിട്ടുള്ള സൈനികരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സൈനികർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മ്യാൻമറിലെ പട്ടാളക്കാരെക്കാട്ടിൽ മിടുക്കന്മാരാണ്. ഗറില്ല യുദ്ധമുറയിലൊക്കെ വലിയ വിദഗ്ധന്മാരാണ്. വളരെ ആധുനിക രീതിയിലുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അവർ പ്രാപ്തരാണ്. ബംഗ്ലാദേശിലെ പട്ടാളക്കാരെ പോലും വെല്ലുവിളിക്കുന്നതും അവരെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പട്ടാള സംവിധാനവും സായുധ സംവിധാനവും ഇപ്പോൾ ഉള്ളത്. ഇപ്പം ശ്രീതിച്ച് ചോദിച്ചതുപോലെ ഇതിൻ്റെ പിറകിൽ ആര് എന്ന് ചോദിച്ചാൽ അമേരിക്ക ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളും സംശയം പ്രകടിപ്പിക്കുന്നത് ഇന്ത്യൻ പട്ടാളം അവർക്ക് വേണ്ട രീതിയിൽ പരിശീലനം ഘട്ടങ്ങളായിട്ട് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും വ്യക്തതയില്ല, നമ്മളിതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നുമില്ല. ഇപ്പം അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റൈക്കൻ സ്റ്റേറ്റ്, നേരത്തെ ഈ റൈക്കൻ സ്റ്റേറ്റിലെ ഒരു 18 ഗ്രാമങ്ങളാണ് പ്രധാനപ്പെട്ട. അതിനകത്ത് 15 ഇടതും ഇവർ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പോൾ 18 പേരുടെയിലായി. ഈ റൈക്കൻ സ്റ്റേറ്റിലെ 18-നകത്ത് ഈ അവസാനം പിടിക്കാനുള്ള 3 സ്റ്റേറ്റിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് മ്യാൻമറിലെ ആർമി നിൽക്കുകയാണ്. അതിനകത്ത് 10-25 ഈ ആയുധ ഫാക്ടറികളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നതും റേഞ്ചറുകളൊക്കെ നിർമ്മിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫാക്ടറികളാണ്. അത് പിടിച്ചു നിർത്തുന്നതിന് 2 തുറമുഖങ്ങളുണ്ട്. അതൊന്ന് നമ്മുടെ കയ്യിലുള്ള തുറമുഖം, ഒന്ന് ചൈനയുടെ കയ്യിലുള്ള തുറമുഖം. ഇതൊക്കെ നിൽക്കുന്നിടമായിരുന്നു. അത് പോയാൽ മാത്രവുമല്ല ബോർഡറാണ്, ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ബോർഡറാണ്. ആ ബോർഡർ ആയതുകൊണ്ട് അത് പോയി കഴിഞ്ഞാൽ എൻപാട്ട് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. ആ റോഡ് ഈ ഫാക്ടറികളിലേക്ക് പോകുന്ന റോഡാണ്. അതും അവരുടെ കയ്യിലായി. അത് ഈ ബംഗ്ലാദേശ് ബോർഡറിലാണ്. ഇത് മൊത്തവും പിടിച്ചെടുത്ത് കഴിയുമ്പം അവർക്കിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്കൊരു രാജ്യം വേണം. അവരുടെ ബുദ്ധന്മാരുടെ അല്ലെങ്കിൽ അവരുടെ അധീനതയിലുള്ള അവരുടെ ആധിപത്യത്തിലുള്ള ഒരു രാജ്യം. അവർക്കിനിയും മ്യാൻമറിൻ്റെ കീഴിൽ ഈ പറഞ്ഞതുപോലെ പീഡനങ്ങൾ അനുഭവിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് കഴിയാൻ താല്പര്യമില്ല. അവർ ഈ 18 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് വരുന്നില്ലേ, സെൻറ്റ് മാർട്ടിൻസ് ദ്വീപുണ്ട്. അതുപോലെ തന്നെ 400 ഏക്കറോളം, ആദ്യം 250 കിലോമീറ്റർ, 400 ഏക്കറല്ല 250 കിലോമീറ്റർ ബോർഡർ പിടിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന മ്യാൻമർ ബംഗ്ലാദേശ് ബോർഡറിലോട്ട് കടന്നു കയറി ഏതാണ്ട് 300-400 കിലോമീറ്റർ കടന്നു കയറി സൈന്യം നിൽക്കുകയാണ്. ആ കടന്നുകയറ്റത്തിനകത്ത് മുമ്പേ ശ്രീതി ചോദിച്ചതുപോലെ ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറി നിൽക്കുന്ന ഈ സൈന്യത്തെ അരക്കൻ ആർമിയെ തുരത്താൻ കഴിയാത്ത രീതിയിൽ ബംഗ്ലാദേശ് നിൽക്കുകയാണ്. അവരുടെ സൈന്യശക്തി എത്രത്തോളം ഉണ്ട്, ആരെങ്കിലും പുറകിലുണ്ടോ, ഉണ്ടാവാതിരിക്കാൻ നിവൃത്തിയില്ല. സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് അവരുടെ പിടിച്ചെടുക്കുന്നു, അവിടെ പട്ടാളം നിൽക്കുന്നു, വളരെ പ്രയാസപ്പെട്ട് വളരെ ദിവസങ്ങളായിട്ട് അവരെ തുരത്താൻ നോക്കുന്നു, അതിനകത്തെല്ലാം പരാജയപ്പെടുന്നു. ഇപ്പോൾ ഇവർ പറയുന്നതായിട്ടുള്ള ഒരു രാജ്യം, അതൊരു ബുദ്ധരാജ്യം എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, ഔദ്യോഗികമുള്ള അനൗദ്യോഗികം. അവർക്കൊരു രാജ്യം അവർ രൂപീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന സംവിധാനങ്ങളായെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞൊക്കെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ പറയുകയും അതിന് വേണ്ട സഹായം ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്ന ഇന്ത്യയോടാണ്. ഇന്ത്യന് ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം ഒരു രാജ്യമായിട്ട് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകക്രമം അനുസരിച്ച് ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ അതിനൊക്കെ സംഘടനയൊക്കെ ഉണ്ട്. അവരുടെ ഒരു അംഗീകാരമൊക്കെ വേണം, ലോക ഐക്യരാഷ്ട്ര സംഘടനയുടെയും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു കൂട്ടം. ആ അംഗീകാരം കിട്ടണമെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു സഹായം ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അംഗീകാരം കിട്ടുമായിരിക്കും. ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ത്യ ഇതിനകത്ത് പ്രതികരിച്ചിട്ടില്ല. ഏതായാലും ഈ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് പിടിച്ചപ്പോഴും ഞങ്ങൾ ഇന്ത്യക്ക് തന്നേക്കാം. കാരണം ഈ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് എന്ന് പറയുന്ന ദ്വീപിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അവിടെ ബേസ് ഉണ്ടാക്കാൻ അമേരിക്ക ചോദിക്കുന്നു, അത് കിട്ടിയാൽ ചൈനയ്ക്ക് കൊള്ളാമെന്ന് വരുന്നു. അത് പോയാൽ അത് നമ്മുടെ ഭാഗമാക്കാൻ നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും ഇത് ബംഗ്ലാദേശിൻ്റെ ഹസീനയുടെ ഭാഗമായിട്ട് ആ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ വേറെ ആരുടെയും കയ്യിലാവാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് താല്പര്യമുണ്ട്. കാരണം ആ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപിനകത്ത് നിന്നാൽ ഈ പറയുന്ന
ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നതിനും ഇന്ത്യയിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഒരു ആക്സസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത് വേറെ ആളുടെ കയ്യിൽ പോകുന്നത് നമുക്ക് എപ്പോഴും റിസ്ക്. അപ്പം നമ്മൾ ആദ്യഘട്ടങ്ങളിൽ ഈ പറയുന്ന അരക്കൻ ആർമി ഇതുപോലെ ബംഗ്ലാദേശിൽ കയറുകയും ആ ബോർഡറുകൾ പിടിച്ചെടുക്കുകയും അല്ലെങ്കിൽ സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് അവരുടെ കയ്യിലാവുകയൊക്കെ ആയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് ഇതൊരു പക്ഷേ അമേരിക്കയുടെ കയ്യിലോട്ട് പോകുന്ന ഒരവസ്ഥയാണല്ലോ വരുന്നത്. അവരിതിനു വേണ്ടിയാണല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിലാണ്, നീ തരുവാണെങ്കിൽ ഇന്ത്യക്ക് തന്നേക്കാം. അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിൽ മ്യാൻമറിൽ നിൽക്കുന്ന പോർട്ടുണ്ടല്ലോ, ഒരു പോർട്ട് നമ്മുടെയും ഒരു പോർട്ട് ചൈനയുടെയും. അപ്പം ആ പോർട്ട് വേണമെങ്കിൽ ആ പോർട്ടിനകത്ത് നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി യാതൊരു കുഴപ്പവുമില്ലാതെ അല്ലെങ്കിൽ ആ പോർട്ട് നമുക്ക് ഇപ്പം നടത്തുന്നത് പോലെ തന്നെ നടത്താം. അതുപോലെ ഇറാനിൽ നമ്മുടെ പോർട്ടുണ്ടല്ലോ, ആ പോർട്ടിൽ കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിനോ അല്ലെങ്കിൽ വേണ്ട പ്രോത്സാഹനം നമ്മൾക്ക് തരാം. അപ്പം ആ രാജ്യമൊക്കെ ലോകത്തുടനീളം നോക്കുമ്പോൾ അരക്കൻ ആർമി അനുകൂലമായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾക്ക് അനുകൂലമാകുന്നു. കാരണം നമ്മളോട് യാതൊരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ആൾക്കാർക്ക് സംശയമുണ്ട്, പക്ഷേ നമ്മൾ ഇതിനകത്തൊന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ പല രാജ്യങ്ങളുടെ അല്ലെങ്കിൽ രാജ്യത്തും പല സംസാരങ്ങളും ഉണ്ട്, നമ്മളവരുടെ ബാക്ക് ഡോർ ചർച്ച നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അരക്കൻ ആർമിയുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു രീതിയാണ് ആദ്യ തൊട്ടേ കാണുന്നത്. ഈ പറഞ്ഞതുപോലെ മ്യാൻമറിൽ ഈ പറയുന്ന അരക്കൻ സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും പിടിക്കുന്നതിന് മുമ്പ് അരക്കൻ ആർമി ഈ മ്യാൻമർ അതിർത്തി കടന്ന് ബംഗ്ലാദേശ് അതിർത്തി കടന്ന് സെൻറ്റ് മാർട്ടിൻസ് ദ്വീപ് പിടിക്കുന്ന സമയത്ത് പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമുള്ളത് ഇനിയും അവിടെ ആവർത്തിച്ചാൽ ഞങ്ങൾ ഇടപെടേണ്ടി വരും എന്ന് പരസ്യമായിട്ട് ആ രാജ്യത്ത് കയറി നിന്ന് അരക്കൻ ആർമി പറയുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് തന്നെയാണ് നമ്മൾ ഇടപെടേണ്ടി വരും അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് നമ്മളവിടെ പോയി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിദേശകാര്യം സെക്രട്ടറി അവിടെ പോയായിരുന്നല്ലോ. നമ്മൾ പറഞ്ഞത് നമ്മൾ ഔദ്യോഗികമായിട്ട് ഒരു രാജ്യത്തോട് എങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത്. കാരണം ഔദ്യോഗിക രാജ്യമാണല്ലോ ബംഗ്ലാദേശ്. പക്ഷേ അതിനപ്പുറം ചട്ടം പിത്തരം അല്ലെങ്കിൽ ഒരാളോടും ബാധ്യതയില്ലാത്ത ഒരു രീതിയിലേക്ക് പറയാൻ അരക്കൻ ആർമിക്ക് സാധിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നതിൽ പഴയതുപോലെ ഹിന്ദുവിനവിടെ ആക്രമണമില്ല എന്നൊന്നും പറയുന്നില്ല, എന്നാലും വിശാലമായിട്ടുള്ള ആക്രമണത്തിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. മാത്രമല്ല ആഭ്യന്തര കലകം അവിടെ ഇപ്പം നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉടുത്തിരിയുന്ന ആഭ്യന്തര കലകമൊക്കെ ഇപ്പോൾ യൂനസ് എന്ന് പറയുന്ന ആൾക്ക് നിലനിൽപ്പല്ലാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. അതിനുശേഷം അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ആ പാർട്ടിക്ക് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വരണം. കാരണം ഇവരുടെ എല്ലാം കൂടെ കൂട്ടായ്മയോട് കൂടിയായിരുന്നല്ലോ അവിടെ ഈ അട്ടിമറി നടക്കുന്നതും ഹസീനെ പുറത്താക്കുന്നതും ഹസീനയെ വേണ്ടി വന്നാൽ വകവരുത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുകയും ഹസീനെ അവിടുന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം അവിടുത്തെ ഇപ്പോഴും ആഭ്യന്തര കലകം കൊണ്ട് ആ ആഭ്യന്തര കലകത്തിൻ്റെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം വരുന്നു. അല്ലെങ്കിൽ ആ ആഭ്യന്തര കലകം ഇപ്പം നിൽക്കുന്ന യൂനസിനെ ഉൾപ്പെടെ അംഗീകരിക്കാതെ പോകുന്ന ഒരവസ്ഥ വരുന്നു. അല്ലെങ്കിൽ ആ ആഭ്യന്തര കലകത്തിന് ശേഷം അധികാരത്തിൽ വരാമെന്ന് വിചാരിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് യൂനസ് മാറിക്കൊടുക്കാത്തൊരവസ്ഥ വന്നപ്പോൾ യൂനസിനെതിരെ സമരം ഉരുത്തിരിഞ്ഞു. ആ യൂനസിനെതിരെ സമരം ഉരുത്തിരിഞ്ഞപ്പോൾ ആ സമരം അല്ലെങ്കിൽ രാജ്യത്തിന് ആ പ്രതിഷേധം അലയടിച്ച് വന്നപ്പോൾ അവിടുന്ന് പ്രതിപക്ഷത്ത് ഭാഗമായിട്ട് നിന്ന അവിടുന്ന് ലണ്ടനിലേക്ക് പറക്കുന്നത്. അതായത് ഈ ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ അവിടെ ഉരുത്തിരിയുന്ന സമരങ്ങൾ ഒരുപക്ഷെ ഇപ്പം ഈ രാജ്യത്തെ ഈ രീതിയിൽ ആർക്കുകയും അതിൻ്റെ നിയന്ത്രണം കയ്യിലാക്കുകയും ചെയ്തിട്ടുള്ള യൂനസ് ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് പുറത്തു നിന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതായത് രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഒരു രീതി, അതിനകത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ജനങ്ങൾ പ്രക്ഷോഭത്തിലിറങ്ങുന്ന ഒരു രീതി, ആ പ്രക്ഷോഭം അവസാനം ഈ പറയുന്ന പണ്ട് ഹസീനയെ തിരിച്ചവിടെ പ്രതിഷ്ഠിച്ചതുപോലെ ആ പ്രക്ഷോഭണത്തിൻ്റെ അവസാനം ഒരു രാജ്യത്ത് പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അത് ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ആ രാജ്യം ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നല്ലോ, ആ അമേരിക്ക ഉൾപ്പെടെ രാജ്യം ഇടപെടാനും അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇവരുടെ നിയന്ത്രണത്തിൽ വീണ്ടും വോട്ട് നടക്കാനും ആ വോട്ടെടുപ്പിൽ വീണ്ടും ഹസീന അധികാരത്തിൽ വരാനുമൊക്കെ ഉള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഇപ്പോൾ അരക്കൻ ആർമി ഉദ്ദേശിക്കുന്ന ഈ റൈക്കൻ സ്റ്റേറ്റും
ഈ പശ്ചിമ ബംഗാളിൻ്റെ പിടിച്ചെടുത്ത ബോർഡർ ഉൾപ്പെടെയുള്ള ഏരിയ വെച്ചിട്ട് ഒരു ബുദ്ധരാജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിനി അംഗീകാരം മാത്രം കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരുദ്ദേശിക്കുന്ന പ്രദേശങ്ങളെല്ലാം അവരുടെ കയ്യിൽ മാത്രമായിട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ മ്യാൻമറിനും ബംഗ്ലാദേശിനും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു.